നമസ്കാരം. മറ്റൊരു പരീക്ഷാകാലം കൂടി വന്നതോടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി. ഏറ്റവും ഒടുവിൽ മുംബൈ ഹൈക്കോടതിയാണ് ശ്രദ്ധേയമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉച്ചഭാഷിണികൾ ഒരു മതത്തിന്റെയും നിലനിൽപ്പിന് അനിവാര്യമല്ലെന്നാണ് ആ വിധി അടിവരയിട്ട് പറയുന്നത്. ആരാധനാലയങ്ങളിൽ നിന്നും പരിധിയിൽ കവിഞ്ഞ ശബ്ദം പുറത്തു വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ശബ്ദപ്പൂട്ടുകൾ ഘടിപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ 1988 തന്നെ ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി വിധിച്ചതാണ്. 1993 ആഭ്യന്തര വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശവും ഇറക്കി. ക്ഷേത്രത്തിലും പള്ളികളിലും മതിൽക്കെട്ടിനകത്തു മാത്രം കേൾക്കാവുന്ന ശബ്ദമേ ഉണ്ടാകാവൂ എന്നാണ് ആ ഉത്തരവുകളിൽ എല്ലാം പറയുന്നത്. ദിവസവുമുള്ള പ്രാർത്ഥനയുടെ ശബ്ദം മാത്രമല്ല ഇപ്പോൾ ഉയരുന്നത്. ഉത്സവങ്ങളും പെരുന്നാളുകളും നടക്കുന്ന സമയമാണ്. തുടർച്ചയായുള്ള ഉച്ചഭാഷിണി ഉപയോഗം ബാധിക്കുന്നത് 1-2 വിദ്യാർത്ഥികളെയല്ല, 14 ലക്ഷം കുട്ടികളാണ് ഇപ്പോൾ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാൻ അനിവാര്യമോ ഉച്ചഭാഷിണികൾ? ഉച്ചഭാഷിണികൾ കേരളത്തിലെ ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, കർണാടകത്തിൽ അതിപ്പോൾ വർഗീയ അസ്വാരസ്യങ്ങളുടെ കാരണം കൂടിയാണ്. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന അതേ സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്ന് ഹനുമാൻ ചാലീസ് ചൊല്ലുകയാണ് അവിടെ ശ്രീരാമസേന. ഈ ശബ്ദ മാത്സര്യത്തിൽ പെട്ടുപോകുന്നത് വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ മുംബൈ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് തന്നെ ശ്രദ്ധേയമാണ്. ഓരോ ലൗഡ് സ്പീക്കറിൽ നിന്നും നിശ്ചിത ഡെസിബലിന് അപ്പുറം ശബ്ദം പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പാക്കണം എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പരിധി നിശ്ചയിച്ച് സ്പീക്കറുകൾ കാലിബറേറ്റ് ചെയ്യാനും കോടതി ആവശ്യപ്പെട്ടു. അമിത വേഗത്തിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിച്ചതുപോലെയാണ് ഈ നിർദ്ദേശം. ഉത്സവ പെരുന്നാൾ പറമ്പുകളിൽ ഗാനമേളകളും മിമിക്സ് പരേഡുകളും ഒക്കെ നടക്കുമ്പോൾ ഇപ്പോൾ പെരുമ്പറ മുഴക്കമാണ്. ഈ പ്രകമ്പനം എത്തുന്നത് കിലോമീറ്ററുകൾ അകലെ വരെയാണ്. 1988 കേരള ഹൈക്കോടതി ഇറക്കിയ ഉത്തരവനുസരിച്ച് ആരാധനാലയങ്ങളുടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് ശബ്ദമെത്താൻ പാടില്ല. കേരള ഹൈക്കോടതി കോളാമ്പികൾ പൂർണ്ണമായും നിരോധിച്ചതാണ്. ബോക്സ് സ്പീക്കറുകൾക്ക് മാത്രമാണ് അനുമതി. എന്നാൽ ഇപ്പോഴും സംസ്ഥാനത്തെ നിരവധി ആരാധനാലയങ്ങളിൽ കോളാമ്പി മൈക്കുകളുണ്ട്. ഇവയെല്ലാം പ്രവർത്തിക്കുന്നുമുണ്ട്. ബോക്സ് സ്പീക്കറുകളിലെ ശബ്ദം നിയന്ത്രിച്ച് 1993 ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. 2000 ശബ്ദ മലിനീകരണം തടഞ്ഞുള്ള ബില്ലും പാസാക്കി. ഇതൊക്കെ നടന്നിട്ടും വലിയ ശബ്ദത്തിൽ മൈക്കുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് മാത്രം അവസാനമായില്ല. സംസ്ഥാനത്ത് 14 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയാണെന്നും ഉച്ചഭാഷിണികൾ നിയന്ത്രിക്കണമെന്നും കഴിഞ്ഞ 3 വർഷവും വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥന ഇറക്കി. അത് ആരും അനുസരിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികളിൽ നിന്ന് വ്യക്തമാകുന്നത്. 248 ആരാധനാലയങ്ങളുടെ പട്ടിക സഹിതമാണ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയത്. ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോലീസ് വിളിച്ചു പറഞ്ഞു എന്നതിനപ്പുറം നടപടികൾ ഉണ്ടായില്ല. വിശ്വാസ പ്രശ്നമായതിനാൽ കോളാമ്പികൾ പിടിച്ചെടുക്കാനോ സ്പീക്കറുകൾ അഴിച്ചുമാറ്റാനോ പോലീസ് മുന്നോട്ട് വന്നതുമില്ല. മുമ്പ് പുറത്തിറക്കിയ കോടതി വിധികളെല്ലാം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന 21ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് ഉച്ചഭാഷിണി പ്രയോഗം. ആ അവകാശം ലംഘിക്കപ്പെട്ടാൽ ഏതൊരു വ്യക്തിക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. എല്ലാ സ്ഥലങ്ങളിലും ശബ്ദ മാപ്പിംഗ് നടപ്പാക്കണമെന്നും മുഴങ്ങുന്ന ഓരോ ശബ്ദത്തിന്റെയും ഉറവിടം കണ്ടെത്തണമെന്നും കോടതികൾ നിർദ്ദേശിച്ചിരുന്നതാണ്. പ്രായോഗിക തലത്തിൽ ഇവ നടപ്പാക്കാനിറങ്ങിയാൽ വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാകും എന്നതാണ് സ്ഥിതി. സ്വന്തം മതത്തിന്റെ ആരാധനാലയത്തിനെതിരെ പരാതി നൽകാൻ ബഹുഭൂരിപക്ഷവും തയ്യാറാകില്ല. ഇതര മതത്തിനെതിരായിരിക്കും ഭൂരിപക്ഷം പരാതികളും. ആ പരാതികളിൽ നടപടിയെടുക്കുമ്പോൾ വിഷയം വർഗീയമായി തിരിയുന്നതാണ് ഓരോ പ്രദേശത്തും കാണുന്നത്. കഴിഞ്ഞ പരീക്ഷാകാലം പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയായിരുന്നു. എല്ലാ പാർട്ടികളെയും ബാധിക്കും എന്നതിനാൽ ഒരു പാർട്ടിയും മൈക്ക് ഉപയോഗത്തിനെതിരെ പറഞ്ഞില്ല. രാത്രി 10 മണിക്ക് ശേഷമുള്ള ഉച്ചഭാഷിണി ഉപയോഗമാണ് കോടതികൾ നേരത്തെ തടഞ്ഞത്. അതിലേറെ ഗുരുതരമാണ്
പകൽ മുഴുവനുമുള്ള ശബ്ദഘോഷം. ഇന്ത്യ പോലൊരു രാജ്യത്ത് മതകോളനികളില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഇടകലർന്ന് താമസിക്കുന്ന രാജ്യമാണ്. 100 പേർ ഒറ്റ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരാളെങ്കിലും മറ്റൊരു മതവിഭാഗത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അവകാശവും സംരക്ഷിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആ ഒരാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കാനോ വഴി തടസ്സപ്പെടുത്താനോ കഴിയില്ല. പാശ്ചാത്യ നാടുകളിൽ ഉച്ചഭാഷിണികൾ തന്നെ ഓഡിറ്റോറിയങ്ങളിലും സിനിമാ കൊട്ടകകളിലും മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. മൈതാനങ്ങളിൽ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിച്ചാൽ ശബ്ദം അതിർത്തി വിട്ടു പോകരുത് എന്ന് ഉറപ്പാക്കണം. സ്പീക്കറുകൾ ഉപയോഗിക്കുന്നതിന് പോലും വലിയ നിയന്ത്രണങ്ങൾ ഇത്തരം രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. പരീക്ഷ ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും അവകാശമാണ് ശാന്തമായ അന്തരീക്ഷം. അത് മലിനമാക്കരുത് എന്ന് ഈ പരീക്ഷാകാലത്ത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് വിവിധ ഹൈക്കോടതികൾ. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.